കണ്ടില്ലേ, ഈ ഒരു കോമ്പണന്റ് ഇല്ലെങ്കിൽ യൂസ്ലെസ് ആണ്. ടെർബോ കംപ്രസ് ചെയ്ത് വരുന്ന എയറിന് 150 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് വരാം. ഈ ഇത്രയും ചൂടുള്ള എയറിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. പോരാത്തതിന് ഇത്രയും ചൂടായിട്ട് വരുന്ന എയർ എഞ്ചിന് ഡാമേജ് ഉണ്ടാക്കും. ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടേ? ആ കോമ്പണന്റിന്റെ പേരാണ് ഇന്റർകൂളർ. ടെർബോ പോലെ തന്നെ 1930കളില് ഇന്റർകൂളേഴ്സ് എയർക്രാഫ്റ്റുകളിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 1970 ആയപ്പോ അത് കാറുകളും യൂസ് ചെയ്തു തുടങ്ങി. അപ്പൊ ഇന്റർകൂളർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ടെർബോയുടെയും എഞ്ചിന്റെയും ഇടയിലാണ് ഇന്റർകൂളറിന്റെ സ്ഥാനം. ടെർബോയിൽ നിന്ന് ചൂടായിട്ട് വരുന്ന എയർ ഇന്റർകൂളിലേക്ക് കയറി അത് തണുത്ത് എഞ്ചിൻ ഇൻടേക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് എയർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ലിക്വിഡ് യൂസ് ചെയ്തോ ആണ് തണുപ്പിക്കുക. ഈ ഇന്റർകൂളിൽ നിന്ന് പോകുന്ന എയർ വളരെ ഡെൻസിറ്റി കൂടിയ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയർ ആണ്. മോർ ഓക്സിജൻ മീൻസ് മോർ കമ്പസ്റ്റൻ. അപ്പൊ ഈ ഇന്റർകൂളർ വെക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? മോർ പവർ, അതേപോലെ തന്നെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിൻ കിട്ടും, ഹയർ ബൂസ്റ്റ്, സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. 1980കളിൽ ടെർബോ കാർസ് പോപ്പുലർ ആയി നിൽക്കുന്ന സമയത്ത് ഇന്റർകൂളർ ഒരു കാറിന് ഒരു മസ്റ്റ് നീഡഡ് കോമ്പണന്റ് ആയിരുന്നു. ഇപ്പോഴാവട്ടെ മിക്ക ടെർബോ കാർസുകളിലും അല്ലെങ്കിൽ സ്പോർട്സ് കാർസുകളിലും ഇന്റർകൂളർ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. അപ്പൊ ചൂടന്മാരായിട്ടുള്ള എഞ്ചിനെ തണുപ്പിക്കുന്ന കോമ്പണന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേപോലുള്ള ഓട്ടോമോട്ടീവ് കണ്ടന്റ് ആയിട്ട് പേജ് ഫോളോ ചെയ്യുക.